എല്ലാവർക്കും സ്വാഗതം എൻ്റെ പുതിയ വീഡിയോയിലേക്ക് അഫ്സൽ ബ്ലോഗ്സ്. അപ്പോൾ ഞാനിന്ന് നമ്മുടെ ചീരയൊക്കെ ഏകദേശം ഒന്ന് പൊങ്ങി വരുന്നുണ്ട്. അപ്പോൾ മാറ്റി നട്ടതൊക്കെ. അപ്പോൾ അതിനൊരു പ്രത്യേക വളമുണ്ടാക്കാൻ പോകും. കപ്പള്ളി പിണ്ണാക്കും ചാണകം എല്ലാം കൂടെ കൂട്ടിയൊരു വളം. കപ്പള്ളി പിണ്ണാക്ക് വാങ്ങിച്ചിട്ടുണ്ട്. 1 കിലോ ഉള്ളു. ഒരു 1/2 കിലോ ഉണ്ട്. ഇനിയും വാങ്ങിക്കണം. തൽക്കാലം കുറച്ച് വാങ്ങിച്ചാണ്. കപ്പള്ളി പിണ്ണാക്ക് പുളിക്കാൻ ഇട്ടിട്ട് എന്നൊരു വളമാണ്. നമ്മുടെ കൃഷി ഭവനിൽ തന്നെ നമ്മുടെ ഈ കൃഷി ചെയ്യുന്ന കൂട്ടായ്മയിലുള്ള വത്സലക്ക എന്ന് പറഞ്ഞൊരു അമ്മ, വത്സലക്ക പ്രായമുണ്ട്, പറഞ്ഞു തന്നാണ് എനിക്ക്. ഇത് കൊടുത്താൽ പൂക്കുറ്റി പോലെ ചീര വളർന്ന് പൊങ്ങുമെന്നാണ് പറഞ്ഞത്. അവിടെ ചീര നട്ടിട്ടുണ്ട്, അത് നല്ല ഉഷാറായിട്ട് നിൽക്കുന്നത്. അപ്പോൾ ഞാൻ ചോദിച്ചു എന്ത് വളമൊക്കെയാണ് കൊടുക്കുന്നതെന്ന്. അപ്പോൾ എനിക്ക് പറഞ്ഞ് കപ്പള്ളി പിണ്ണാക്ക് പുളിപ്പിച്ചതും പിന്നെ ചാണകവും കൂടെ മിക്സ് ചെയ്ത് ഒരു കുഴമ്പ് പരുവത്തിലാക്കിയിട്ട് ചോട്ടിലൊഴിച്ച് കൊടുക്കാൻ പറഞ്ഞു. പിന്നെ ഇടക്ക് ഉണങ്ങി പിടിച്ചു പോവുകയാണെങ്കിൽ ഇടക്കൊന്ന് ചുവടൊന്ന് ചെറുതായിട്ട് പൊട്ടിച്ചു കൊടുക്കാൻ പറഞ്ഞിട്ട് അതിൻ്റെ പുറത്ത് പിന്നെ നമ്മൾ ഇത് ഗോമൂത്രമാണ്. അവിടെ നിന്ന് നല്ല വീര്യം കൂടിയ ഗോമൂത്രവും ചാണകം. ഇത് കാണിച്ചു പച്ചച്ചാണകം, പച്ചച്ചാണകം. അപ്പോൾ അത് ഗോമൂത്രം, 1 കപ്പ് ഗോമൂത്രത്തിൽ 10 കപ്പ് വെള്ളം ഒഴിച്ച് നേർപ്പിച്ചിട്ട് ചോട്ടിൽ ഒഴിച്ചു കൊടുക്കാൻ പറഞ്ഞ് ചീര ഗംഭീരമാവുമെന്നാണ് പറഞ്ഞത്. ഡീറ്റെയിൽ ഞാനിപ്പോൾ പോകുന്നുണ്ട്. വത്സലക്കാക്ക് ഒത്തിരി അവാർഡൊക്കെ കിട്ടിയിട്ടുണ്ട് നമ്മുടെ പഞ്ചായത്തിൻ്റെ. അപ്പോൾ അതൊക്കെ ചിലപ്പോൾ ഞാൻ ഇതിൻ്റെ കൂട്ടത്തിൽ അതിടും. ആ വീഡിയോ എടുക്കാൻ ഞാൻ പോകുന്നുണ്ട്. പോകാൻ പറ്റിയില്ലെങ്കിൽ ഇത് തന്നെ ഇടും. അടിപൊളി സംഭവമാണ്. നല്ല കൃഷിക്കാരിയാണ്, പറഞ്ഞു തന്നതാണ്. എന്തായാലും ഞാൻ അതേപോലെ ചെയ്യാൻ പോവാണ്. അതിന് ആദ്യമായിട്ട് എൻ്റെ പരിപാടിയിലേക്ക് പോവുകയാണ്. ഇടും. ഇപ്പോൾ രണ്ടും കൂടെ ഒരു 1.5 കിലോ ഉണ്ട്. അത് 1 കിലോ ഇപ്പോൾ വാങ്ങിച്ചുകൊണ്ട് വന്ന 1 കിലോ 65 രൂപ, മുടിഞ്ഞ വില. എൻ്റെ അമ്മോ, 1 കിലോ അതിനകത്തോട്ട് ഇട്ടോ, മൊത്തം ഇട്ടോ, എന്ത് വേണ്ടി ഇടുന്നു. മറ്റവിടെ ഇട്ടോ. ഇത് പഴയതിരുന്നതാണ്, ഒരു 1/2 കിലോ ഉണ്ട്, അതുകൂടെ ഇടുക. ഇപ്പോൾ വാങ്ങിച്ചോണ്ട് വന്നാൽ അടിപൊളി സാധനമാണ്. നമുക്ക് ആ വെള്ളം എടുത്ത് ഒഴിക്കും, എന്നിട്ട് കുതിരട്ടെ. ആ ടോപ്പ് വലിച്ച് കളഞ്ഞിട്ട് അല്ല ബാക്ക് തുറന്നിട്ട് ഒഴിക്കും. മൊത്തം ഒഴിക്കും. ഇതിപ്പോൾ ഒരു 6 ലിറ്റർ വെള്ളമുണ്ട്. ഇത് കുതിരട്ടെ. അടുത്ത സൈഡിലോട്ട് വെച്ചിട്ട് ആ സൈഡിൽ വെച്ചാൽ കുതിരട്ടെ. കുതിർന്ന് കഴിയുമ്പോൾ നമുക്ക് പോകുന്നുള്ളിൽ അവിടെ വെച്ചാൽ വെളിയിൽ വെച്ചാൽ മതി. ഇവിടെ പശുക്കളെ കൊണ്ട് കെട്ടിയിട്ടുണ്ട്, പുല്ലൊക്കെ തിന്ന്. അപ്പോൾ നമ്മുടെ ചീരയൊക്കെ ഉഷാറായിട്ട് വരുന്നുണ്ട്. നമ്മുടെ സുന്ദരി ചീര ഉണ്ട്, ഉഷാറായിട്ട് വരുന്നുണ്ട്. നമ്മൾ കഴിഞ്ഞ ദിവസം നട്ടാണ്. ഇത് ആദ്യം നട്ട സുന്ദരി ചീര, അതൊരു ഉഷാറായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഈ വളം ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. ഇത് നമ്മുടെ വാത്താങ്കര ചീരയും ഉഷാറായിട്ട് വരുന്നുണ്ട്. അവന് ഈ വളം കൊടുത്താൽ ഉഷാറാകുമെന്നാണ് വത്സലക്ക പറഞ്ഞത്. ഇത് സുന്ദരി ചീര, നമ്മുടെ വാത്താങ്കര ചീര, ഇതെല്ലാം പറിച്ച് നട്ടതാണ്. ഉഷാറാകുന്നുണ്ട്, പറിച്ച് നട്ടതാണ്. ഇത് പാകിയത്. ഇനി പറിച്ച് നടാനുണ്ട്. ഇതിനകത്തുനിന്നും പറിച്ചിടാനുണ്ട്. ഇത് പാകിയതാണ്. ഇതിനും ഗംഭീരമായിട്ട് വരുന്നുണ്ട്. നമ്മുടെ സുന്ദരി ചീര, ഇത് 1 ലക്ഷം ചീരയെങ്കിലും കാണും. സുന്ദരി ചീര ഇവനെയൊക്കെ നമുക്ക് പറിച്ച് നടാനുള്ളതാണ്. ഇഫെല്ലാം പറിച്ച് നടുകയാണ് ചീരകളൊക്കെ. ചീരയൊക്കെ മാറ്റിപ്പാകുകയാണ്. പിന്നെ 2 കളം കൂടെ പാകാനുണ്ട്. ഞാൻ മൊത്തം വെള്ളം ഒഴിച്ചു തണുപ്പിച്ചു. പിന്നെ കുത്തുപ്പോണിയിൽ വെള്ളമുണ്ട്, അതുകൂടെ ഒഴിച്ചു കൊടുക്കണം. ഈ നട്ട ചീരയ്ക്ക് കുത്തുപ്പോണിയിൽ നിന്ന് വെള്ളം ഒഴിക്കണം, അല്ലെങ്കിൽ ചീര മറിഞ്ഞു വീഴും. അതുകൊണ്ട് ചെറിയ ഓസിനടിച്ചാൽ മറിഞ്ഞു വീഴും. അപ്പം ഒരു 2 ദിവസം കഴിഞ്ഞ് ഓസിനടിക്കും. നാളെ ആകുമ്പോൾ എഴുന്നേറ്റ് വരും. മറ്റന്നാകുമ്പോൾ ഒന്നുകൂടെ ഉറപ്പാവും.
അത് കഴിഞ്ഞ് ഓസിനടിക്കുക. 4-5 ദിവസം കഴിയുമ്പോൾ വളവും കൊടുക്കുക. അപ്പോൾ ചീര ഉഷാറാവും. അപ്പോൾ വളം ശരിയായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ കപ്പലിൽ പിണ്ണാക്ക് വെള്ളത്തിൽ ഇട്ടിരിക്കുകയാണ്. അത് കുതിർന്നെല്ലാം കൂടെ ഇതായി. ഇനി കുറച്ചുകൂടെ വെള്ളം ഒഴിച്ച് കലക്കി വെക്കണം. 2 ദിവസം ഇരിക്കണം. 2 ദിവസം ഇരുത്തി കഴിയുമ്പോൾ ഇവൻ പുളിക്കും. പുളിച്ച് കഴിയുമ്പോൾ ക്രമാക്രമം ഒരു മഗ് ഈ കടലപ്പിണ്ണാക്ക് എടുക്കുമ്പോൾ 2 മഗ് ചാണാനും കൂടെ മിക്സ് ചെയ്ത് ചോട്ടി ഒഴിച്ച് കൊടുക്കും. അപ്പോഴാണ് ഉഷാറാവുന്നത്. വൈഫ് എല്ലാം നടുകയാണ്, ചീര പാകുകയാണ്. അപ്പോൾ ഇങ്ങനെ നിൽക്കും. നാളെ ആകുമ്പോൾ ഉഷാറായിട്ട് എഴുന്നേറ്റുള്ളൂ. രാവിലെ ആകുമ്പോൾ അത് എഴുന്നേറ്റുള്ളൂ. നിൽക്കില്ല. അത് എന്തുമാത്രം വെള്ളം ഒഴിച്ച് കൊടുത്തു. പിന്നെ ഇപ്പോൾ ഇതിന് അത് എടുത്തോളൂ. അവിടെ വേണ്ട. അവിടെ എന്തിന് ചീര നടുക. ഗീസടുത്ത് പകുതി പച്ചച്ചീരയും പകുതി ചുമപ്പ് ചെയ്തിട്ടുണ്ട്. രസമായിരിക്കും. പകുതി ഭാഗം നമ്മുടെ വാത്താങ്കര ചീരയും പകുതി ഭാഗം സുന്ദരി ചീരയും നടും. രസമായിരിക്കും കാണാൻ. വിശാലമായ സ്ഥലമാണ്. എല്ലാം കിളച്ചിട്ടാണ്. എല്ലാം പുല്ലല്ല, മറ്റൊരു മഞ്ഞപ്പൂവായിട്ട്. ഇതെന്ത് ചെടിയാണെന്നൊരു പിടിയില്ല. ഇതെന്തോടെ സാധനം? ഇതിനെന്താ പേര് പറയുന്നത്? ഈ ചെടിക്ക് എന്താ പേര് പറയുന്നത്? അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണേ പ്ലീസ്. ആലോചിച്ചിട്ടൊരു പിടിയില്ല. വിശാലമായ സ്ഥലമാണ്. കണ്ടോ? ഇത്രയും കൃഷി ചെയ്യാൻ തന്നതാണ്. അത് ഒത്തിരി അകന്നു പോയി. കുറച്ചുകൂടെ അടുപ്പിച്ച് വെച്ചു. നമ്മളെ കടലപ്പിണ്ണാക്ക് ഇട്ടത് കണ്ടോ? എല്ലാം കുതിർന്ന് ശരിയായി. കണ്ടോ? ഇനി കുറച്ചുകൂടെ വെള്ളം ഒഴിച്ച് ഇങ്ങനെ പുളിപ്പിക്കാൻ വെക്കണം. ശരിക്കും ഇത് ഒത്തിരി ഉണ്ടാക്കിയില്ല. ഒത്തിരി ഉണ്ട്. അപ്പോൾ ഇത് കുറച്ചുകൂടെ വെള്ളം ഒഴിച്ച് 1.5 കിലോ ഇല്ലേ? 1.5 കിലോ. ഇനി ഇതിനകത്ത് കുറെ കൂടെ വെള്ളം ഒഴിച്ച് വെക്കുക. എന്നിട്ട് നാളെ ചാണകവും കൂടെ കലക്കിയിട്ട് ഇപ്പം ഇത് 6 ലിറ്റർ 12 ലിറ്റർ അല്ലേ? 12 ലിറ്റർ വെള്ളം ഒഴിക്കണോ ഇനിയിപ്പോൾ? ഒഴിക്കാം. എന്നാൽ കുറച്ചും കൂടെ എടുത്തോണ്ട് പോവാ. കട്ടി അപ്പോൾ ഇത് 20 ലിറ്റർ പാട്ടിയാണ്. അപ്പോൾ 12 ലിറ്റർ ഒഴിച്ചു. കുറച്ച് ഒഴിച്ചു. ഏകദേശം ഒരു 18 ആയി. 18 ആയില്ല. 15 ലിറ്റർ 15
ഇപ്പം 3 പ്രാവശ്യം ഒഴിച്ചില്ലേ? 6 അല്ലേ? ചിലപ്പോൾ 5 ആവും. 5 അന്നേരം 15 ലിറ്റർ. ഇപ്പോൾ 15 ലിറ്റർ വെള്ളവും 1.5 കിലോ നമ്മുടെ കടലപ്പിണ്ണാക്ക്. ഇനി പുളിക്കട്ടെ. ഒരു 1-2 ദിവസം കഴിയുമ്പോൾ നമുക്കെടുത്ത് ഉപയോഗിക്കും. കുടിക്കാനായിട്ട് ഇതിനകത്ത് തന്നെ വെച്ചാൽ എന്നിട്ട് അതിനകത്ത് ചാണകം കൂടെ കലക്കിയാണ്. പുളിച്ച് കഴിഞ്ഞ് പുളിക്കുന്നതിന് മുമ്പ് ഒന്നും ചെയ്യത്തില്ല. പുളിച്ച് കഴിഞ്ഞ് ഇത് പുളിച്ച് കഴിഞ്ഞിട്ട് ബാക്കി കാര്യം. അപ്പോൾ പുളിക്കാനായിട്ട് വെക്കുകയാണ്. നാളെ ആകുമ്പോൾ പുളിക്കാൻ തുടങ്ങും. മറ്റന്നാളെ വരെ നമുക്ക് എടുത്ത് ഒഴിക്കാം. അങ്ങോട്ട് ഒത്തിരി കയറ്റി വെക്കണ്ട, അങ്ങോട്ട് ഇവിടെ കയറ്റി വെച്ചാൽ മതി. അപ്പോൾ വളപ്രയോഗം നാളെ കാണിക്കാം. ഞാൻ ആ ചേച്ചിയുടെ വീട്ടിൽ പോകുമെന്ന് പറഞ്ഞായിരുന്നു. അത് അടുത്ത ദിവസം എടുക്കാം. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് അപ്പോൾ ചീര ഉഷാറായിട്ട് വളർന്നു വരാൻ, ചീര നല്ല കരുത്തോടെ വളർന്നു വരാൻ ഒഴിച്ചു കഴിഞ്ഞ് ഞാൻ വീഡിയോ എടുത്ത് ഇട്ട് തരാം. ഈ വളം ഉണ്ടാക്കുക. കടലപ്പിണ്ണാക്ക് പുളിപ്പിക്കുക. 65 രൂപ കിലോയാണ്. അതിനിപ്പോൾ ഒരു 1.5 കിലോ പുളിപ്പിച്ചിട്ടുണ്ട്, പുളിക്കാൻ വെച്ചിട്ടുണ്ട്. 1 മഗ് കടലപ്പിണ്ണാക്ക് എടുക്കുമ്പോൾ 2 മഗ് ചാണകം കൂടെ ഇട്ട് നന്നായിട്ട് കുഴമ്പ് വരുവാകണം. കുറച്ച് ലൂസാകും, കൂടുതൽ കട്ടിയായി പോകണ്ട. പിന്നെ ആവശ്യത്തിന് 1-2 കപ്പ് വെള്ളം കൂടി ഒഴിച്ച് ലൂസാക്കിയിട്ട് ചുവട്ടിലൊഴിച്ച് കൊടുക്കുന്നതാണ് ഈ വളം. കൃഷി ചെയ്യുന്നവരെല്ലാവരും ഈ വളം ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ ബാക്കി വീഡിയോ നാളത്തേക്ക് എടുക്കാം. അപ്പോൾ ഇന്ന് അത്രയുണ്ട് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾ സഹകരിക്കുക, നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. എന്നോട് സഹകരിക്കുന്ന പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും ബൈ ബൈ.